നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിലെ ഇന്നത്തെ കറൻറ്റ് സമയം, ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതാണെന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ എനർജീനെയും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യാൻ ഈ റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു കണക്റ്റഡ് ആകുന്നൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു കൺഫ്യൂഷനോ ഒരു ചോദ്യമോ അല്ലെങ്കിൽ വല്ലാതെ ഒരു സ്ട്രഗിൾ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട തീരുമാനമെടുക്കേണ്ട നല്ല ഒരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾ ഡിവൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാനും ശ്രമിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായി തീരാൻ 100% ഉപകരിക്കും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാനായിട്ട്, നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ അഫർമേഷൻസ് എഴുതുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതൊരു സ്ക്രിപ്റ്റ് രൂപേണ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പോസിറ്റീവായ ഒരു വിഷ്വലൈസേഷനോട് കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. അത് സാമ്പത്തികമായാലും കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടായാലും ഹെൽത്ത് പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടായാലും ഒക്കെ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അഫർമേഷൻസ് എഴുതുന്നത്. പിന്നെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ, നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി, ഉറക്കക്കുറവ് ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ വാട്സപ്പിൽ. മനസ്സിന് എന്ത് ചെയ്തിട്ടും പിടിച്ചാൽ കിട്ടുന്നില്ല, അത്രത്തോളം ഓവർ തിങ്കിങ്. ഒരു പക്ഷേ ഒരു ട്രോമയിൽ നിൽക്കുന്നവരായിരിക്കാം. മറ്റുള്ളവരോട് നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു വൈരാഗ്യം, വെറുപ്പൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെയോ, നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവത്തിൽ ഞാൻ ഇത്രത്തോളം പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു എന്ന് അവരുടെ പേര് പറഞ്ഞോ, അതല്ലെങ്കിൽ ഡിവൈനുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഒരു കൗൺസിലിങ്ങിന് ഇരിക്കുമ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതുക. അപ്പം തന്നെ അത് വായിക്കാനൊന്നും നിൽക്കരുത്. എഴുതി കഴിഞ്ഞാൽ സഡൻ നിങ്ങളത് കത്തിച്ച് കളഞ്ഞ് ഒന്ന് ഫ്രഷ് ആവുക കേട്ടോ. 100% നിങ്ങളൊരു 4 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. നമ്മൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എത്രത്തോളം എനർജറ്റിക് ആണോ അതിനനുസരിച്ച് മാത്രമേ നമ്മളിലേക്ക് അബണ്ടൻസ് വരുവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഒരു ജലാശയം, ആ ജലാശയത്തിൽ കിടക്കുന്ന ജലം എത്രത്തോളം പവിത്രമാണോ അതിനനുസരിച്ചായിരിക്കും അതിനകത്ത് ഗുണമുണ്ടാവുക. എത്രത്തോളം അഴുക്കും ചെളിയും നിറഞ്ഞതാണോ അതനുസരിച്ചായിരിക്കും അതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയകളുടെ ഗുണങ്ങൾക്ക് ചേഞ്ച് വരുന്നത് കേട്ടോ. അപ്പം നല്ല ബാക്ടീരിയ വേണമെങ്കിൽ നമ്മുടെ ആ ജലം നല്ല തെളിഞ്ഞ ശുദ്ധജലമായിരിക്കണം. മോശമായ ഒരു അഴുക്കു നിറഞ്ഞ ഒരു ജലാശയത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. 100% അത് പവിത്രമാക്കുക. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരെയും നമ്മളെ ചതിച്ചിട്ടുള്ളവരെയും നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളവരും നമ്മളെ ഒറ്റപ്പെടുത്തിയവരും നമ്മളെ കൂട്ടത്തിൽ നിന്നും മാറ്റി ഒരുപാട് പെയിൻ എനർജികൾ നൽകിയവരെയും എല്ലാം നമ്മൾ ഒരു ഹീലാക്കി കളയുക. അവരോട് ക്ഷമിച്ച് കളയുക. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതല്ല, അവരോട് ക്ഷമിക്കുക എന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ വളരെയധികം പോസിറ്റീവായി തീരും. പിന്നെ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളില്ല. അതല്ലാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്നതെല്ലാം തടസ്സങ്ങളായിരിക്കും. നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് വരേണ്ടത് പോലും ബ്ലോക്കായി പോകും. നിങ്ങൾക്ക് അർഹതയുള്ളത് വരെ നിങ്ങൾക്ക് ബ്ലോക്കായി പോകും. അങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. അതെല്ലാവരും ഒന്നും അല്ല ഞാൻ പറയുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. കാലം മാറുന്നു എന്നുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. അത് നമ്മുടെ ലൈഫിലുള്ള ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. എപ്പോഴും സന്തുലിതമാവുന്നൊരവസ്ഥയിലൂടെ ലൈഫ് പോകില്ല.
നല്ല ഒരു കയറ്റം, നല്ലൊരു പോസിറ്റീവായ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊരു വീഴ്ച, ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവൻ്റെ തുടിപ്പ് ഏത് രീതിയിലാണോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഉയർന്നും താണുമാണ് പോകുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാലം ചേഞ്ചിങ് ആവുന്നത്, അതായത് നിങ്ങളുടെ സമയം മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇത്രയും കാലം എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിരുന്ന സിറ്റുവേഷൻസുകൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇനി മുന്നോട്ടേക്ക് കുറച്ചൊരു സ്ട്രഗിൾ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരും. നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ, നിങ്ങളെപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നവരാണ് എങ്കിൽ, വല്ലാതെ ഒരു ഡിസ്റ്റർബൻസ്, എന്താ പറയുക, ഒരു ഡിഫിക്കൽറ്റി എനർജിയിലൂടെ കടന്നു പോയിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സമയം മാറുന്നു. തീർച്ചയായിട്ടും പോസിറ്റീവാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. കാരണം ഇത്രയും നാളും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ടും ഹെൽത്തും വെൽത്തും എനർജിയിൽ നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിരുന്നു. സാമ്പത്തിക ഭദ്രതയില്ലാതിരുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെടൽ അനുഭവിച്ചവരെയും, ലൈഫിൽ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോയ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതെ പോയ, ഒരു പക്ഷേ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളെ അംഗീകരിക്കപ്പെടാതെ പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത നന്മയെല്ലാം തിന്മയാക്കി തീർത്ത കുറേ വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു കർമ്മ എനർജിയിലാണ് കേട്ടോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെന്ന് പെട്ടത്. നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത ആളുകളോടൊപ്പമായിരുന്നു ഇന്നലെ വരെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിച്ചു തുടങ്ങി. നിങ്ങൾ മാറാനുള്ള സമയമായി. നിങ്ങളുടെ സോൾ സെർച്ചിങ് എനർജിയിലാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങളിപ്പോൾ ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതാകുന്ന ഒരു കൺട്രോളിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ നോക്കാൻ സാധിക്കും കേട്ടോ. കാലം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു, നിങ്ങളെ തേടി വരുന്നു ചിലരെന്നാണ് കാണുന്നത്. നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും കേട്ടോ. ഒന്നിലധികം സിറ്റുവേഷൻസുകൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ അതൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിങ്ങളെ എത്തിക്കും കേട്ടോ. ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് പല കാര്യങ്ങളും കടന്നു വരും. ഒരു നിമിഷം നിങ്ങളൊന്ന് സ്തംഭിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യും. ദ മജീഷ്യൻ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കൺട്രോളിങ്ങും ഉണ്ട്, വിൽ പവർ എനർജിയും ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ആരാണ് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നു. നിങ്ങൾ വളരെ പ്രൗഡാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഉയരാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് സംഭവിക്കുന്ന, ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു വിജയം ഇന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ഫൈറ്റിംഗ് ചെയ്തൊരിടത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വിജയവും വന്നു ചേരുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ അംഗീകരിക്കപ്പെടാൻ പോകുന്നത്, അതായത് നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്. എല്ലാ രീതിയിലും പൂർണ്ണമായും നിങ്ങൾ ഒരു സക്സസ് എനർജിയിലാണ്. സ്തംഭനാവസ്ഥയിൽ നിന്നും നിങ്ങൾ ആക്ഷനിലേക്കാണ് മാറുന്നത്. അതായത് എവിടേക്കാണോ നിങ്ങൾ സ്റ്റക്കാക്കി നിന്നിരുന്നത്, എവിടേക്കാണോ നിങ്ങളുടെ വാല്യൂ അംഗീകരിക്കപ്പെടാതെ പോയത്, അവിടെയെല്ലാം നിങ്ങളുടെ ലൈഫിന് മാറ്റം വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്.
ശരിക്കും ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ചില സാഹചര്യങ്ങളും ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് ഇന്ന് വല്ലാത്ത ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസും ലൈഫിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ദ ഫൂൾ കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ് ലൈഫ് എന്ന് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു, ഫൂൾ കാർഡ് വന്നിരിക്കുന്നു, മെജീഷ്യൻ വന്നിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. നല്ല ഒരു സപ്പോർട്ടിങ്, നല്ലൊരു അഡ്വൈസറിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാർഗനിർദ്ദേശി, നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശരിക്കും കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ കേട്ടോ. അതുപോലെ കരിയർ മേഖലയിലേക്ക് നോക്കുമ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇന്നുണ്ടാവുന്നത്. അതായത് നിങ്ങൾക്കൊരു പ്രൗഡാകുന്നൊരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സ്ഥാനമാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് അതിനൊക്കെ ഉള്ള ഒരു യോഗം, ആ ഒരു ബ്ലോക്കേജ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്ന ബ്ലോക്കേജ് അവസാനിച്ച് നിങ്ങൾക്ക് സപ്പോർട്ടോടു കൂടി മുന്നോട്ടേക്ക് ഉയരാൻ പറ്റുന്നു, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഡിലേ ആയിരുന്ന കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു കാര്യം, ഡിലേ ആയിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്കിന്ന് കേൾക്കാൻ യോഗമുണ്ട് കേട്ടോ. അതുപോലെ പുതിയൊരു പ്ലാനിങ്, പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഇൻസ്പിറേഷൻ, മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ പോസിറ്റീവായ ഒരു എനർജി ആണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. കുട്ടിത്തം, അതായത് ഒരു മെച്യൂരിറ്റി കുറഞ്ഞ ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു അഡൽട്ട് എനർജിയിൽ, നല്ലൊരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാനും പക്വതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാനും ആ ഒരു ചൈൽഡിഷ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾ, ചിലർക്കുണ്ടല്ലോ എത്ര ഏജ് ആയാലും ഒരു ചൈൽഡിഷ് എനർജി ഉണ്ടാവും. അതൊരു ജന്മനാലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതൊരു പക്വത കുറവ് കാണിക്കുക. നല്ല പക്വതയുള്ള ആൾ, നല്ല ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മെച്യൂരിറ്റി കുറവോട് രീതിയിലുള്ള സംസാരം, പെരുമാറ്റം ഒക്കെ കാണിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അവർക്കിടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ചേഞ്ച് ആവുകയാണ്, നിങ്ങൾ മാറുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. എന്താണെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതകരമായി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ കരിയർ മേഖലയിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ കുറച്ചുകൂടി നിങ്ങളൊരു എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ട് നല്ലൊരു ദൃഢനിശ്ചയവും അതുപോലെ നിങ്ങളുടെ സ്ഥാനത്തിൻ്റേതായ ഒരു മെച്യൂരിറ്റിയും പ്രൗഡ് എനർജിയും കാണിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യണം. ഈ കാലം ചേഞ്ചിങ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചു തരുന്നതാണ് കേട്ടോ. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നില്ലേ. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുകയാണ്. അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു. അതായത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് എനർജിയാണ് തരുന്നത്. പഴയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരുത്തി കടന്നു പോകാൻ, പഴയ പല നഷ്ടങ്ങളും തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അവിടെ വളരെ കോൺസെൻട്രേഷൻ ചെയ്യണം. ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയമാവാം, നഷ്ടപ്പെട്ടു പോയ പാർട്ട്നേഴ്സിൻ്റെ തമ്മിലുള്ള കൂടിച്ചേരലാവാം. കരിയർ മേഖലയാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ചിലത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എനർജി അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം നിങ്ങളത് ഉപയോഗിക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ അലസത കാണിക്കല്ലേ. നമുക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുമ്പം ഈ കംഫോർട്ട് സോണിൽ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും ഇല്ല. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുക, മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന വ്യക്തിത്വമാണ് നമ്മുടെ സോളെന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. വീഴ്ചകളൊക്കെ ഉണ്ടാവും. വീഴ്ചകളുണ്ടായാൽ മാത്രമാണല്ലോ, വീണാലാണല്ലോ നല്ലപോലെ നടക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറാവണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ ഫാമിലി ബന്ധങ്ങളിൽപ്പെട്ട ചില വ്യക്തികളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ മാറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ചില വ്യക്തികളുടെ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയൊക്കെ ആയിട്ട് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്.
അവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രം മതി നിങ്ങളത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാൻ നിങ്ങൾക്കാണ് ആ ഒരു ഡിസിഷനായിട്ടുള്ള ഒരിത് ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. കാരണം നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി എനർജിയിൽ നിന്നും, അത് ബ്ലഡ് റിലേഷൻ ആവാം, സഹോദരങ്ങളാവാം, പേരൻസ് ആവാം, മറ്റു ബന്ധുമിത്രാദികളിൽപ്പെട്ടവരാവാം, ചില എനർജികൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന, അതായത് വിദേശ യാത്രയൊക്കെ ബേസ് ചെയ്തും വിദേശത്തേക്കൊക്കെ പോകാനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് എത്തിച്ചേർന്നവർക്കൊക്കെ കുറച്ച് ബർഡൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയർ മേഖലയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വന്നു ചേരുന്നുണ്ട്. ഒരു പക്ഷേ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിനെക്കുറിച്ച് കണക്ട് ചെയ്താവാം. ഒരു പക്ഷേ അവിടെ എബ്രോഡൊക്കെ എത്തിച്ചേർന്ന വ്യക്തികളുടെ എനർജിയെ ബേസ് ചെയ്താവാം. ഒരു എയർ ട്രാവലിങ്ങിന് ബേസ് ചെയ്ത് കരിയർ മേഖലയെ കണക്ട് ചെയ്തും കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. പക്ഷേ അതൊരു പുതിയ തുടക്കമാണ്, അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ലാതെ അതൊരിക്കലും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ നിങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോസിറ്റീവായിരിക്കും കേട്ടോ. പിന്നെ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്, മാറ്റത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നതും സക്സസ് തന്നെയാണ്. ഏറ്റവും പ്രൗഡായ ഒരു സിറ്റുവേഷൻസിൽ എത്താൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾക്ക് കിട്ടുന്ന ഒരു ഹാർഡ് വർക്കിങ്ങോ സ്ട്രഗിളോ ഒന്നും നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട, അതിനെ ഫൈറ്റ് ചെയ്ത് കടന്നു പോയാൽ മതി. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഫസ്റ്റ് എനർജിയിലെ പോലെ ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മുന്നിൽ കേട്ടോ. അവിടെയും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്ത് കാര്യത്തെ ബേസ് ചെയ്താണെങ്കിലും, സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മേഖലകളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ പരമായിട്ടും കാര്യങ്ങൾ ഡീല് ചെയ്യാൻ പാടുള്ളൂ. കോൺട്രാക്റ്റ് ചെയ്ത്, അതായത് ഒരു കോൺട്രാക്റ്റിലൂടെ മാത്രമേ എന്ത് കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കാവുള്ളൂ. പ്ലസ് നിങ്ങളവിടെ ചെയ്യേണ്ടത് വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയ എന്ത് കാര്യത്തിനും തീരുമാനമെടുക്കാവുള്ളൂ കേട്ടോ. ദ ഹയറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്ത് ഭാര്യ-ഭർതൃബന്ധമാവാൻ ലീഗൽ പരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വിധി, ഒരുമിച്ച് പോകാനുള്ള ഒരു വിധി നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് വിട്ടുപോകുകയല്ല, കൂടിച്ചേരാനുള്ള ഒരു യോഗം, വിധി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലീഗൽ പരമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഒരു മധ്യസ്ഥ ചർച്ചയുടെയൊക്കെ ആവശ്യമുള്ളവരെ സംബന്ധിച്ചെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റാരുടെയെങ്കിലും കൺട്രോളിലായിരുന്നുവെങ്കിൽ, നിങ്ങളെ മറ്റാരെങ്കിലും ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ഒരു വാല്യൂ കൽപ്പിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വില കൽപ്പിക്കാത്ത രീതിയിൽ, വാല്യൂ കൽപ്പിക്കാത്ത രീതിയിലൊക്കെ നിങ്ങളെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ടും വഴങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊത്ത് മുന്നോട്ടേക്ക് പോവുക എന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അതൊരു പാർട്ട്ണറിനെ ബേസ് ചെയ്താണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ അവരും മനസ്സിലാക്കാൻ തയ്യാറാവുന്നുണ്ട്. അവരെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത്, നിങ്ങൾ മനസ്സിൽ ഏത് രീതിയിലാണോ ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചിരുന്നത് ആ രീതിയിൽ നിങ്ങളെയും ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ആ ഒരു രീതി, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബിഹേവിയർ, പെരുമാറ്റം, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പൂർണ്ണമായും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റും. ഇമോഷണലി നിങ്ങളുടെ പേരൻസിനെയൊക്കെ ഒന്ന് കാണാനും കോണ്ടാക്റ്റ് ചെയ്യാനും സാമ്പത്തികപരമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ദിവസമാണ്. ഇന്നൊരു ഹെൽത്തി ഡേ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹെൽത്തിനും വെൽത്തിനും വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് ഇപ്പോൾ കറക്റ്റ് സമയമല്ല. അപ്പം അതിൻ്റേതായ സമയമാകുമ്പം നിങ്ങളിലേക്ക് കാര്യങ്ങൾ വന്ന് ചേരുമെന്നാണ് കാണുന്നത്. അൺലൈക്കലി എന്ന് പറയുന്നുണ്ട് കേട്ടോ, അസാധ്യമെന്ന് പറയുന്നുണ്ട്.
ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നിങ്ങളൊരു പ്രെയർ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കുറച്ച് പേരുടെ കാണുന്നുണ്ട്. അത് അൺലൈക്കിലിയാണ്, അസാധ്യമാണെന്നാണ് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പുനർവിചിന്തനം നടത്തി നോക്കുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ടോ, തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ, ആ തേർഡ് സിറ്റുവേഷൻസിൻ്റെ സ്ഥാനം അത് എത്രത്തോളം സ്ട്രോങ് ആണ്, അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എത്രത്തോളം നമുക്ക് ലോങ് ടൈം കൊണ്ടുപോകാൻ പറ്റും, നമുക്കത് എത്രത്തോളം നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണെങ്കിലും അതുപോലെ സ്വന്തമാക്കാൻ വേണ്ടി പ്രെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അതിനു മുമ്പ് ഒരു പുനർവിചിന്തനം നടത്തണം. ഇത് ഞാൻ ചെയ്ത് ഇതെന്നിലേക്ക് ഡിവൈൻ നൽകിയാൽ ഞാനത് ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്നത്. അവിടെ ഒരു ബാഡ് കർമ്മ ചെയ്യാനുള്ള ഇട വരരുത് കേട്ടോ. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കൺഫ്യൂഷൻ എനർജിയിൽ ഇമോഷണലി ഒരു പെയിൻ എനർജി അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങളൊരു സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് മാറും, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള സമയം വരുന്നു എന്നാണ് കാണുന്നത്. റിക്കവറി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വീണ്ടെടുക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ തിരിച്ചു പിടിക്കേണ്ട, വീണ്ടെടുക്കേണ്ട ഒരു സമയമായിട്ടാണ് എനർജിയിൽ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ, തിരിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു എനർജി കൂടി വന്നിട്ടുണ്ട് കേട്ടോ.